വെൽക്കം ടു റേഡിയൻറ്റ് പാർട്സ് ഓഫ് എവല്യൂഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇന്നത്തേത് മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എവല്യൂഷൻ എന്താണെന്നും അതിലെ ലാമാർക്കിസവും ഡാർവിനിസവും എന്താണെന്നും നിയോ ഡാർവിനിസം എന്താണെന്നും അതുപോലെ തന്നെ നമ്മൾ അതിന് ശേഷം എന്താണ് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിഡൻസസ് ഓഫ് എവല്യൂഷനാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, നമ്മളതിൽ പറഞ്ഞു മോളിക്കുലാർ ബയോളജി ബേസ് ചെയ്തുള്ള എവിഡൻസുകൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഹീമോഗ്ലോബിനിലെ ബീറ്റ ചെയിൻ കമ്പയർ ചെയ്തു നമ്മൾ മറ്റു മൃഗങ്ങളുമായിട്ട് നമുക്ക് മനസ്സിലായി. ചിമ്പാൻസിയുടെയും നമ്മളുടെയും അതിനകത്ത് ഡിഫറൻസസ് എന്ന് പറയുന്ന 0ആണ്. സോ നമ്മളും ചിമ്പാൻസികളും തമ്മിൽ നല്ല സാമ്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് വരുന്നത് കമ്പാരിറ്റീവ് അനാട്ടമിയും അതുപോലെ ഫോസിൽ എവിഡൻസുകളുമാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ക്ലാസ് കാണുന്നതെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട് അതിനകത്ത് ഡിസ്കഷൻ്റെ ഗ്രൂപ്പുണ്ട്, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. സമയം കിട്ടുന്നത് അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യാം, അതിനുള്ള ആൻസറുകൾ തരുന്നതായിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഏതാണ്ട് നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും ഏതാണ്ട് 2 ചാപ്റ്ററോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബയോളജിയുടെ 2ാമത്തെ ചാപ്റ്റർ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ സയൻസിലും ഹിസ്റ്ററിയുടെ 2 കംപ്ലീറ്റ് ആയി. ജോഗ്രഫിയിലെ 2 ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. കമ്പാരിറ്റീവ് അനാട്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നമ്മൾ അനാട്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഘടന അല്ലേ, ഇൻറ്റേർണൽ ഘടന. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊന്ന് താരതമ്യം ചെയ്യുവാണ്. മനുഷ്യൻ, പൂച്ച, വെയിൽ, ബാറ്റ്, വവ്വാൽ, ഇതിൻ്റെ 4ൻ്റെയും നമ്മൾ ഇപ്പോൾ കൈ എന്ന് പറയുന്ന ഭാഗം എടുത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ഏതാണ്ട് ഇപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ആയാലും ശരി, പൂച്ചയുടെ ആയാലും ശരി, ഈ പറയുന്ന വെയിലിൻ്റെ ആയാലും ശരി, ബാറ്റിൻ്റെ ആയാലും ശരി, കൈയുടെ ഘടന എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലുകളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതാണ്ട് സെയിമാണ് അല്ലേ. വിരലുകളുണ്ട്, അത് ഈ പറയുന്ന 3 അല്ലെങ്കിൽ ഈ പറയുന്ന 4 പേർക്കും ഒരേപോലെ വിരലുകളുണ്ട്. അതുപോലെ നമ്മുടെ ഈ പറയുന്ന കയ്യിലെ 2 എല്ലുകൾ, ഈ ഭാഗത്തായിട്ടുള്ള 2 എല്ലുകൾ അത് ഈ പറയുന്ന ജീവികൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ മൃഗങ്ങളെല്ലാം ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് ഇവോൾവ് ചെയ്ത് വന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ് ആ സംശയം ഇവിടെ ഉറപ്പിക്കാം. കാരണം എന്താണ്, ഇവരൊക്കെ ഏതാണ്ട് ഒരേ ആൻസിസ്റ്ററിൽ നിന്ന് തന്നെ ആയിരിക്കണം വന്നത്. കാലം മാറുന്നതിനനുസരിച്ച് അവരുടെ സാഹചര്യം മാറുന്നതിനനുസരിച്ച് അവർ പല പല രൂപത്തിലോട്ട് മാറി എന്നേ ഉള്ളൂ അല്ലേ. പൂച്ചയുടെ കൈ പോലെ അല്ല നമ്മുടെ കയ്യില്ല. പൂച്ചയ്ക്ക് എന്താണ്, ആ കൈയിൽ നഖങ്ങളുണ്ട്, നഖങ്ങൾ ആവശ്യമുള്ള പുറത്തു കൊണ്ടുവരാൻ പറ്റും, നമുക്കതൊന്നും പറ്റത്തില്ല. അത് അതിൻ്റെ സാഹചര്യം അനുസരിച്ച് മാറിയതാണ്. ബാറ്റിനാണെങ്കിൽ ഈ പറയുന്ന ഈ കൈയുടെ ഇടയിലായിട്ട് ഇങ്ങനെ ഈ പറയുന്ന എന്താണ്, ഇങ്ങനെ എന്താ കൊളുത്ത് പോലുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൽ തൂങ്ങിക്കിടക്കാനൊക്കെ പറ്റും. നമുക്കങ്ങനെ തൂങ്ങിക്കിടക്കാനൊന്നും പറ്റത്തില്ല. എങ്കിലും കൈയുടെ ഷേപ്പ് എന്ന് പറയുന്നത്, അതിനകത്തുള്ള ജനറൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരുപോലെയാണ്, നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളും പൂച്ചയും വെയിലും തിമിംഗലവും ബാറ്റും ഒക്കെ എന്താണ്, ഏറെക്കുറെ ഒരേ കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് വന്നതാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ, LCU എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ച ഓർമ്മയുണ്ടോ? അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ പറയുന്ന തിയറി ഏതാണ്ട് സെയിം ആണെന്ന് അല്ലെങ്കിൽ ശരിയാണെന്ന് അംഗീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്, നമുക്കതൊരു പോയിന്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കമ്പാരിറ്റീവ് അനാട്ടമിയിൽ നമ്മൾ എന്തിനെ പറ്റി പറയുന്നു, ഹോമോലോഗസ് ഓർഗനുകളെ പറ്റി പറയുന്നു. അപ്പോൾ എന്താണ് ഹോമോലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാണാൻ ഏതാണ്ട് അല്ലെങ്കിൽ ഒരുപോലെ ഇരിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഓർഗൻസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹോമോലോഗസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ കമ്പാരിറ്റീവ് അനാട്ടമി പഠിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ, ഓർഗൻസ് ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസം, പല ഓർഗാനിസങ്ങളിലുള്ള ഓർഗൻസ് പക്ഷേ എന്താണ്, സെയിം ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. ഇപ്പോൾ കൈ എന്ന് പറയുമ്പോൾ അറിയാം അല്ലേ, നമുക്ക് വവ്വാലിൻ്റെ കൈയും നമ്മുടെ കൈയും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സിമിലാരിറ്റി തോന്നൂലെങ്കിലും അതിൻ്റെ ഇൻറ്റേർണൽ അനാട്ടമി പഠിക്കുമ്പോൾ നമുക്കത് സെയിം ആണെന്ന് തോന്നും. ഫങ്ഷൻസ് ഡിഫറൻ്റ് ആണെങ്കിലും കാണാൻ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ ഏതാണ്ട് ഒരുപോലെയുള്ള അതിനാണ് നമ്മൾ ഹോമോലോഗസ് ഓർഗനുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് 4 limbs in vertebrates. വെർട്ടിബ്രേയുള്ള അല്ലെങ്കിൽ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൈ എന്ന് പറയുന്നത് മനുഷ്യനും പൂച്ചയ്ക്കും വെയിലിനും ബാറ്റിനും ഒക്കെ എന്താണ്, ഈ പറയുന്ന ഹ്യൂമറസ്, റേഡിയസ്, അൽന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലാഞ്ചസ് ഒക്കെ എന്താണ്, കൈയുടെ എല്ലുകളുടെ പേരാണ്. ഇതൊക്കെ എന്താണ്, ഏതാണ്ട് സിമിലർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, എന്തായത് കാണിക്കുന്നത്, ഡെസ്പൈറ്റ് ഹാവിങ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷൻസ് ആണുള്ളതെങ്കിലും ദ സിമിലർ ബോൺ സ്ട്രക്ചർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് അല്ലെ, ബോൺ സ്ട്രക്ചർ സിമിലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ദീസ് ഓർഗാനിസംസ് ഹാവ് എ കോമൺ ആൻസിസ്റ്റർ, ഇവർക്ക് എന്താ ഉള്ളത്, ഒരു പൊതുവായിട്ടുള്ള ഒരു ആൻസിസ്റ്റർ ആണ് ഉള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സമയം മാറുന്നതിനനുസരിച്ച് ഇവരെന്ത് ചെയ്തു, ഇവോൾവ് ചെയ്തു. അവരുടെ ഈ പറയുന്നത് എന്താണ്, സാഹചര്യത്തിനനുസരിച്ച് അവർ അഡാപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അവിടെ വേരിയേഷൻസ് സംഭവിച്ചു അല്ലെ. പക്ഷേ ബേസിക് ഡിസൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും,
എല്ലായിടത്തും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഹോമോലോഗസ് സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഡൈവേർജൻ്റ് എവല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഓർഗാനിസങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യത്തിന് നമുക്ക് എന്താണ് ഇവിടെ തെളിവായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അതാണ് കമ്പാരിറ്റീവ് അനാട്ടമി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തൊക്കെ പോയിന്റ് ഓർത്ത് വയ്ക്കണം? കമ്പാരിറ്റീവ് അനാട്ടമി പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ പല ഓർഗാനിസങ്ങൾക്കും പലതരം കാണാൻ ഡിഫറൻറ്റ് ഫങ്ഷൻസ് ചെയ്യുന്നവരാണെങ്കിലും അവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ബേസിക് ഘടന എന്ന് പറയുന്നത് ഒരുപോലെയാണ്. അവരെയാണ് നമ്മൾ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ കാണാൻ വ്യത്യസ്തമാണെങ്കിലും ഒരുപോലത്തെ ഘടന വരുന്നത്. അങ്ങനെ ഹോമോലോഗസ് ഓർഗാനിസിനെ പറ്റി പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി പല ജീവികളിലും ഏതാണ്ട് ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ സിമിലർ ആണ്. നമ്മളുടെ കുരങ്ങനൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൈയുണ്ട്, നമുക്കും കൈയുണ്ട്, കുരങ്ങനും കൈയുണ്ട്. എന്നാൽ അതുപോലെ തന്നെ വവ്വാലിനും കൈയുണ്ട്. അതുപോലെ തന്നെ എന്താണ്, വെയിലിനും ഒരു കൈ പോലത്തെ ഭാഗമുണ്ട്. പക്ഷേ അതിൻ്റെ കാണുമ്പോൾ അത് ചെയ്യുന്ന ജോലി വ്യത്യസ്തമാണെങ്കിലും അതെന്താണ്, സ്ട്രക്ചറലി സെയിം ആണ്. അപ്പോൾ സമയത്തിനനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റങ്ങൾ വന്നതാണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്ന ഫോസിൽ എവിഡൻസുകൾ. ഫോസിൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഫോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ ഓർഗാനിസംസ് ഒന്നുണ്ടല്ലോ, അതെന്ത് ചെയ്യാണ്, അതിൻ്റെ റിമൈൻസ് എവിടെ ചെയ്യാണ്, പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എവിടെ അത് പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോണായിട്ട് കിട്ടാം, അല്ലെങ്കിൽ അതിരുന്ന് ചത്തുപോയതിൻ്റെ ഇംപ്രഷൻ കിട്ടാം, അല്ലെങ്കിൽ അതിൻ്റെ ട്രൈസസ് നമുക്ക് എന്ത് ചെയ്യാം, കിട്ടാം. ഇതിനെല്ലാത്തിനും നമ്മൾ എന്ത് വിളിക്കും? ഫോസിലുകൾ എന്ന് വിളിക്കും. അപ്പോൾ എന്താ ഫോസിൽ എന്ന് വെച്ചാൽ? ഫോസിൽ ആർ ദ പ്രിസർവ്ഡ് റിമൈൻസ് ഓർ ഇംപ്രഷൻസ് ഓർ ട്രൈസസ് ഓഫ് ആൻഷ്യൻ്റ് ഓർഗാനിസംസ്. ഇത് സെഡിമെൻ്ററി റോക്കുകൾക്കിടയിലായിട്ട്, അതായത് ഇപ്പോൾ ഒരു പാറ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഈ പാറയുടെ മുകളിലായിട്ട് ഒരു ഓർഗാനിസം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു, വേറൊരു പാറ വന്ന് അതിൻ്റെ തലയിൽ കൂടി വന്ന് വീട്ടു തീർന്നു. ഈ രണ്ട് പാറകൾക്കിടയിൽ എന്ത് ചെയ്തു, ഇതങ്ങനെ ചതഞ്ഞ് ഞെരിഞ്ഞമർന്നു. ഏറ്റവും നല്ല എക്സാമ്പിൾ പല്ലി. നിങ്ങളുടെ വീട്ടിൽ പലരുടെയും വീട്ടിനകത്തുള്ള ജന്നൽ തുറന്നു നോക്കുമ്പോൾ ജന്നലുകൾക്കിടയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും? പല്ലിയുടെ ഒരു അസ്ഥികൂടം കിട്ടും അല്ലേ? നമ്മൾ ഡോർ ശ്രദ്ധിക്കാതെ അടയ്ക്കുമ്പോൾ ഇതിനിടയ്ക്ക് നിന്ന് ഞെരിഞ്ഞമർന്നു ചാവുന്ന പല്ലിയുടെ അസ്ഥികൂടം അതുപോലെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ പാറകൾക്കിടയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാറുണ്ട്? മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ. അത് ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന എല്ലുകളായിട്ട് തന്നെ കിട്ടാറുണ്ട്. അല്ലെങ്കിൽ എല്ലുകളൊക്കെ ദ്രവിച്ചു പോയെങ്കിലും ആ സ്ഥലത്തെ ആ പറയുന്ന ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, അവിടുത്തെ ഒരു അച്ചിൽ വെച്ച് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു ടാറ്റു ഒക്കെ അടിക്കുമ്പോൾ കാണുന്ന പോലത്തെ ഒരു ഇംപ്രഷൻ നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? മൃഗങ്ങളുടെ ഷേപ്പ് ഊഹിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന് ചെറിയ ട്രൈസസ് കിട്ടും. ഇതിനെയാണ് ഫോസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോസിലിനെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? നമുക്ക് പലതരം എവല്യൂഷനുകളെ പറ്റി മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഓർഗാനിക് എവല്യൂഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഇപ്പോൾ കുതിര എന്ന് പറയുന്ന സാധനം, കുതിരയുടെ മുൻഗാമി. ആ കുതിരയുടെ മുൻഗാമിയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ കാലുകൾക്ക് കുതിരയുടെ ഇന്നത്തെ കുതിരയുടെ പോലെ അത്രയും നീളമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്തായിരുന്നു, ഷോർട്ടർ ലെഗ് ആയിരുന്നു അതിന് ഉണ്ടായിരുന്നത്. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് കുതിരയ്ക്ക് വേഗത്തിൽ ഓടേണ്ട സാഹചര്യം വരികയും അപ്പോൾ എന്ത് പറ്റി, കാലിന് നീളം കൂടിയ കുതിരകൾ കൂടുതൽ പെറ്റുപെരുകി അവർ ഒരു മെജോറിറ്റി ആയിട്ട് മാറുകയും ചെയ്തു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് നമ്മളിവിടെ ഓർഗാനിക് ആയിട്ടുള്ള എവല്യൂഷൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തുവാണ് ഓർഗാനിക് എവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? The fossil shows a gradual change in the structure of the organism over time. സമയത്തിനനുസരിച്ച് ഗ്രാജുവലായ മാറ്റങ്ങൾ എന്ത് ചെയ്തു, സ്ട്രക്ചറിൽ വന്നു. അതിനാണ് നമ്മൾ ഓർഗാനിക് ആയ എവല്യൂഷൻ എന്ന് പറയുന്നത്. സഡനായിട്ടുണ്ടാവുന്നതല്ല, ഓർഗാനിക് ആയിട്ടുള്ള എവല്യൂഷൻ, സമയമെടുത്തുണ്ടാവുന്ന കാര്യങ്ങളെന്ന് പറയാം. എക്സാമ്പിളാണ് കുതിരകളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ കാര്യം. അവർക്ക് ഷോർട്ടർ ലെഗ്സ് ആയിരുന്നു, ചെറിയ പല്ലുകളായിരുന്നു ഉണ്ടായിരുന്നത്. സമയം മാറുന്നതിനനുസരിച്ച് അവരുടെ കാലുകളുടെ നീളം കൂടുകയും പല്ലുകൾ എന്ത് ചെയ്തു, വലുതാവുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? നന്നായിട്ട് ഓടാനും അതുപോലെ തന്നെ പുല്ലുകൾ കടിച്ച് എടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമുക്ക് ഫോസിലിൽ നിന്ന് നമുക്കൊരു തെളിവ് കിട്ടി. മറ്റൊന്നാണ് ഒരു കണക്റ്റിംഗ് ലിങ്ക്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഓർഗാനിസത്തിൽ നിന്ന് പലതുണ്ടായി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഈ പറയുന്ന സാധനം, ഇതിൻ്റെ പേരാണ് ആർക്കിയോപ്റ്ററക്സ്. എന്താണ്? ആർക്കിയോപ്റ്ററിക്സ്. എന്താ സാധനം? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷിയുടെയും എന്നാൽ ഈ പറയുന്ന മുതല, അലിഗേറ്റർ പോലെയുള്ളതിൻ്റെയൊക്കെ ഒരു മിക്സാണ്. അതായത് ഇതിന് പല്ലുകളുണ്ട്. ഒരു കിളിയാണ്, പക്ഷേ അതിന് പല്ലുകളുണ്ട്. കിളിയൊക്കെ സാധാരണ ഈ പറയുന്ന അതിൻ്റെ കൊക്ക് എന്നല്ലേ പറയുന്നത് നമ്മൾ, ആ സാധനമാണ് ബീക്ക്, അതാണ് ഉണ്ടാകുന്നത്. പക്ഷേ ബീക്കിനകത്ത് തന്നെ എന്തുണ്ടായിരുന്നു? പല്ലുകളുണ്ടായിരുന്നു. ഞാനൊക്കെ പഠിച്ച സമയത്ത് ഇതിൻ്റെ ഈ പറയുന്ന ജന്തുവിൻ്റെ ഒരു നമ്മൾ ഈ പറയുന്ന ഇമാജിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു പടമൊക്കെ ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ പേടി തോന്നുന്ന ടൈപ്പ് ഒരു സാധനമാണ് ഈ പറയുന്ന ആർക്കിയോപ്റ്ററിക്സ് എന്ന് പറയുന്നത്. ഇന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പിടിച്ച് സൂചിനകത്തിട്ടായിരുന്നു. പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെപ്റ്റൈൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഫീച്ചേഴ്സ് ഒരുമിച്ച് കാണാനായിട്ട് പറ്റും. റെപ്റ്റൈലുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പല്ലി വരുമോ അല്ലേ, നമ്മുടെ മുതല, അലിഗേറ്റർ, അതിനാലോചിച്ചാൽ മതി. അതുപോലെ അല്ലെങ്കിൽ കൊമാൻഡോ ഡ്രാഗണെ പോലെയൊക്കെ അല്ലെങ്കിൽ ഓന്തിനെ പോലെയൊക്കെ ഉള്ള ആ ഒരു ജീവിയാണ് ഈ പറയുന്ന റെപ്റ്റൈലുകൾക്കകത്ത് വരുന്നത്. റെപ്റ്റൈലിൻ്റെയും ബേർഡ്സിൻ്റെയും ഫീച്ചേഴ്സ് ഒരുമിച്ച് കാണപ്പെടുന്ന ഒരു ജീവിയാണ് ആർക്കിയോപ്റ്ററിക്സ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ആർക്കിയോപ്റ്ററിക്സിൽ നിന്ന്
ബേർഡ്സ് ഉണ്ടായി എന്നും അതിൽ നിന്ന് റെപ്റ്റൈൽസ് മാറിയെന്നും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റും. അതായത് ഇവർ തമ്മിലുള്ളൊരു കണക്റ്റിംഗ് ലിങ്കിൻ്റെ ഫോസിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതിനാണ് നമ്മൾ കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നത്. അതായത് സം ഫോസിൽ ഹാവ് ക്യാരക്ടേഴ്സ് ഓഫ് 2 ഡിഫറൻറ്റ് ഗ്രൂപ്പ്, അല്ലെ 2 വ്യത്യസ്തമായ ഗ്രൂപ്പുകളുടെ ഫോസിലുകൾ ഒരുമിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് എന്ത് കാണിക്കുന്നു, എവല്യൂഷൻ്റെ ലിങ്കിനെയാണ് കാണിക്കുന്നത്. എക്സാമ്പിളാണ് നമ്മൾ ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്നത്. അതിന് ഫെതേഴ്സും വിങ്സും ഉണ്ട് കിളികളെപ്പോലെ, എന്നാൽ പല്ലുകളും ക്ലോസും ഉണ്ട് ആരെപ്പോലെ, റെപ്റ്റൈലുകളെപ്പോലെ. അപ്പോൾ എന്താണ്, രണ്ടും തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്കാണ് എന്തെന്ന് പറയുന്നത്, ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ആർക്കിയോപ്റ്റെറിക്സിനെ തന്നിട്ട് ഇത് എന്തിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എവല്യൂഷനിൽ ഫോസിലുകളിൽ 2 വ്യത്യസ്തമായിട്ടുള്ള ഓർഗാനിസങ്ങൾ തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്കാണ് എന്ത്, ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഡൈനോസറും മാമത്തും. ഈ മാമത്ത് എന്ന് പറയുന്ന സാധനം നമുക്ക് ഇന്നിവിടെ ഇല്ല, ഡൈനോസറുകളും ഇന്നില്ല. ഫോസിലുകളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. അപ്പോൾ ഏതൊക്കെയോ കുറേ ഓർഗാനിസങ്ങൾ ഉണ്ടായിരുന്നു, അത് കാലം കുറേ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി, അതിന് വംശനാശം സംഭവിച്ചു. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അന്നത്തെ സാഹചര്യം ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ടായിരിക്കാം അവരെന്ത് ചെയ്തത്, മരിച്ചുപോയത്. അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ എന്തെങ്കിലും പ്രകൃതിയിലെ മാറ്റങ്ങളായിരിക്കാം കാരണമായത്. അതിന് നമ്മുടെ എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസിൻ്റെ എവിഡൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ മനസ്സിലാക്കുന്നത്, ഫോസിൽസ് പ്രൂവ് ദാറ്റ് മെനി ഓർഗാനിസം വൺ എക്സിസ്റ്റഡ് ബട്ട് ആർ നൗ എക്സ്റ്റിങ്ക്റ്റ്. അല്ലെ, വൺ എക്സിസ്റ്റഡ്, പണ്ട് ഒരിക്കൽ വൺസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തു, എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള എവിഡൻസുകളും കിട്ടും. ഉദാഹരണമാണ് ഡൈനോസർ ജുറാസിക് പാർക്ക് കണ്ട എല്ലാവർക്കും അറിയായിരിക്കും. മാമത്ത്, ഐസ് ഏജ് കണ്ട് നിങ്ങൾക്ക് എന്തായിരിക്കും, മാമത്തിന് ഓർമ്മയുണ്ടാവും. ഐസ് ഏജ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്, സിനിമ അല്ല കാർട്ടൂൺ സിനിമ അല്ലേ, അതിനകത്ത് ഈ മാമത്തിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അല്ലാതെ മാമത്തിന് നമ്മൾ വേറെ ഒന്നും എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, പടത്തിനകത്ത് കാർട്ടൂണിനകത്തൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ വലിയ കൊമ്പൊക്കെ ഉള്ള ആനയാണ് ഈ പറയുന്ന മാമത്ത് എന്ന് പറയുന്നത്. വലിയ കൊമ്പായിരിക്കും, ഭയങ്കര വലിയ സൈസൊക്കെ ആയിരിക്കും എന്തിന്, ഈ പറയുന്ന ആനയ്ക്കുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാമത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഫോസിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി പണ്ടേക്കും ഒരു സാധനം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 എവിഡൻസുകൾ. അപ്പോൾ ഇത്തരം എവിഡൻസുകളിൽ നിന്ന് നമുക്ക് എവല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ പറഞ്ഞ രീതിക്ക് നടന്നിട്ടുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. സംശയമൊന്നുമില്ലല്ലോ. നമ്മൾ മോളിക്കുലാർ ബയോളജി ബേസ് ചെയ്ത് നമ്മൾ DNA ലെവലിൽ പോയിട്ട് മനസ്സിലാക്കി നമ്മൾ മറ്റ് മൃഗങ്ങളുമായിട്ട് സാമ്യതയുണ്ടെന്ന്. അതുപോലെ നമ്മൾ അടുത്ത് എന്ത് മനസ്സിലാക്കി, നമ്മൾ ഹോമോലോഗസ് ആയിട്ടുള്ള ഓർഗൻസിനെ പറ്റി പഠിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, കാണാൻ പല ഫങ്ഷൻസ് ചെയ്യുമെങ്കിലും ഒരേപോലത്തെ ഘടനയുള്ള ഓർഗൻസുകൾ പല ജന്തുക്കൾക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരൊക്കെ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് നമ്മൾ അന്ന് പഠിച്ച ആ ഒരു ആൻസിസ്റ്റർ ട്രീ അല്ലെ ആ ഒരു എവല്യൂഷൻ ട്രീ എന്ന് പറയുന്നത് ശരിയാണെന്ന് നമുക്ക് ഇതൊക്കെ കൊണ്ട് മനസ്സിലാക്കേണ്ടി വരും. ഫോസിലുകളും മറ്റൊരു തെളിവാണ് അല്ലേ. ഗ്രാജുവലായിട്ടുള്ള ഓർഗാനിക് മാറ്റങ്ങളെ പറ്റി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ പലതരം ജീവികൾ തമ്മിൽ എന്താണ് ലിങ്ക് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പണ്ട് ജീവിച്ചിരുന്ന എന്നാൽ ഇന്നില്ലാത്ത എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ജീവികൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലായി. അവർക്കൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു. സോ എവല്യൂഷൻ എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിന് തെളിവുകൾ നമുക്ക് കിട്ടി. അപ്പോൾ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്തിലോട്ടാണ് പോകുന്നത്, നമ്മളിനി മനുഷ്യനിലെ ഇവല്യൂഷനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. മനുഷ്യന്മാരിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്, നമ്മൾ മനുഷ്യന്മാർ ഇന്നീ കാണുന്ന പോലെ ആയിരുന്നു. നമ്മൾ അടുത്ത റിലേറ്റീവ് എന്ന് പറയുന്ന ചിമ്പാൻസികളാണ്. ഇപ്പോൾ ചിമ്പാൻസി പോലെ ആയിരുന്നോ നമ്മൾ, അതോ നമ്മൾ എന്താണ് ഇന്നീ കാണുന്ന രൂപത്തിലാണോ വന്നത് എന്ന സംശയം വരും. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്തു, ഇത്തരം ഫോസിൽ എവിഡൻസുകളെ പറ്റിയിട്ട് തപ്പി പോയപ്പോൾ ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഏഷ്യ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പലതരം സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ പലതരം ഫോസിലുകൾ കിട്ടി. ആ ഫോസിലിനെ പറ്റി പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ മനുഷ്യന്മാർക്കും പൂർവികരുണ്ടായിരുന്നു, അവർ കാണാൻ കുറേയൊക്കെ കുരങ്ങന്മാരെ പോലെ ആയിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ അതിന് മുമ്പേ ഇവിടെ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു. നമ്മുടെ ഈ എവല്യൂഷനെ പറ്റിയിട്ടാണ്. മനുഷ്യരിലെ എവല്യൂഷൻ എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് നടന്നൊരു കാര്യമാണ്. പക്ഷേ അതുപോലെ ആയിരിക്കില്ല മറ്റു കാര്യങ്ങൾ. ഇവിടെ നമുക്ക് RNA വൈറസുകളുടെ കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം അല്ലേ, നമ്മളിപ്പോൾ കോവിഡ് വന്നു, കോവിഡിൻ്റെ ഡെൽറ്റ വകഭേദം വന്നു, അത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകളിൽ കേട്ടിട്ടുണ്ട്. ഒമിക്രോൺ വൈറസിനെ പറ്റിയിട്ടും ഇടയ്ക്ക് വാർത്തയിലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. എന്തോ ഈ വൈറസുകളുടെ പ്രത്യേകത, ഇവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മളൊരു മരുന്ന് കണ്ടുപിടിച്ചു, COVID-19 വന്നു. കോവിഡ് വന്നപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഒരു മരുന്ന് കണ്ടുപിടിച്ചു. ഈ മരുന്നിനെ ഓവർകം ചെയ്യാനായിട്ട് വൈറസൊക്കെ പെട്ടെന്ന് സാധിച്ചു. അതായത് അവരിൽ എന്താണ്, എവല്യൂഷൻ പെട്ടെന്ന് നടക്കും. കാരണം ഈ വൈറസുകൾക്കകത്ത് കാണുന്നത് RNA ആണ്, നമ്മളെപ്പോലെ എന്തല്ല DNA അല്ല, RNA ആണ്, സിംഗിൾ സ്ട്രാൻഡ് ആണ് അല്ലേ. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് മ്യൂട്ടേഷന് വിധേയമാവാൻ പറ്റും. അപ്പോൾ അങ്ങനെ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, അവർക്കെതിരെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾക്ക് എതിരായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഈ പറയുന്ന ഇവോൾവ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. പക്ഷെ മനുഷ്യന്മാരിലൊന്നും അങ്ങനെയല്ല. മനുഷ്യന്മാർ ഒരുപാട് വർഷങ്ങളെടുത്താണ് ഈ എവല്യൂഷൻ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അതാണ് ഈ ചെറുക്കനും പെണ്ണും കൂടി ഇവിടെ ഇരുന്ന് പറയുന്നത് അല്ലേ. പെൺകുച്ചി ചോദിക്കുന്നത് എന്താണ്, ഓക്കെ, വുഡ് സഡൻ എവല്യൂഷണറി ചേഞ്ചസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ വൈറസസ് ഓൾസോ ഒക്കർ ഇൻ ഹ്യൂമൻസ് അല്ലേ. വൈറസിനെ പോലെ ഇങ്ങനെ ടങ് മാറാൻ പറ്റുമോ, ഇല്ല. നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ മനുഷ്യന്മാർ ഏതാണ്ട് കാണാം ഇതുപോലെയൊക്കെയാണ്.
കുറച്ച് പൊക്കവും നിറവൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും കാണാൻ ഏറെക്കുറെയൊക്കെ ഇതുപോലെയാണ് അല്ലേ, അതാ സംഭവം പറയുന്നത്. വൈറസിനെ പോലെ അത്ര ഷോർട്ടായിട്ടൊന്നും ഇവോൾവ് ചെയ്യാൻ മനുഷ്യന്മാർക്ക് പറ്റത്തില്ല. മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യണം, മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ഹ്യൂമൻ്റെ ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഈസ് എ ഗ്രാജുവൽ പ്രോസസ്സ്, അത് സമയമെടുത്ത് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. ദ ഹ്യൂമൻ എവല്യൂഷൻ ഈസ് പ്രൊലോങ്ഡ് കണ്ടിന്യൂസ് പ്രോസസ് ദാറ്റ് ഹാപ്പൻസ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. അതായത് നമ്മളെന്ന് പറയുന്നത് പ്രൈമേറ്റുകളിൽ നിന്ന് വന്നു എന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. എന്തിൽ നിന്നാണ് വന്നത്, പ്രൈമേറ്റുകൾ. അതായത് നമ്മൾ ഇന്നത്തെ കാണുന്ന കുരങ്ങനും ഈ എയ്പ്സ് ഉണ്ടല്ലോ, ഒറാങ്കൂട്ടൻ, ചിമ്പൻസി, ഇവരൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് പ്രൈമേറ്റുകൾ എന്ന് പറയുന്നത്. ഈ ലെമൂർ എന്നൊക്കെ പറയുന്ന ജീവിയൊക്കെ അല്ലേ, അതൊക്കെ എന്തിനകത്ത് വരും, പ്രൈമേറ്റിനകത്ത് വരും. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിലായിരുന്നു ആരുണ്ടായിരുന്നത്, മനുഷ്യന്മാരുണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നത്. ഈ മനുഷ്യന്മാർ ഇവോൾവ് ചെയ്ത് വന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യൻ്റെ ആദിമ മനുഷ്യരുടെ രൂപം അവിടെയാണ് ഉൾപ്പെട്ടിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്തു, ഇവോൾവ് ചെയ്തു. അതായത് നമ്മുടെ ഇവിടെ ചോദ്യം ടെക്സ്റ്റ് ബുക്ക് തന്നെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഹ്യൂമൻസ് എവല്യൂഷൻ ഈസ് എ പ്രൊലോങ്ഡ് പ്രോസസ് ദാറ്റ് കണ്ടിന്യൂസ് ഫോർ എ വെരി ലോങ് ടൈം. വാട്ട് വുഡ് ഹാവ് ബീൻ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ഹ്യൂമൻ ബീങ്സ് ഡ്യൂറിങ് ദ പീരീഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും? നമുക്ക് തന്നെ ആലോചിച്ച് നോക്കി, ഈ കുരങ്ങന്മാരുമായിട്ട് നമ്മൾക്കുള്ള വ്യത്യാസം എന്തായിരിക്കും? നമ്മുടെ ബ്രെയിനിൻ്റെ സൈസ് കൂടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. കാട്ടിക്കിടന്ന് ഇവരുടെയൊക്കെ കൂടെ ജീവിക്കേണ്ട നമ്മൾ ഇന്ന് ഈ പറയുന്ന നാട്ടിലായിട്ട് ഇവരെയൊക്കെ പിടിച്ച്, മറ്റ് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന പ്രൈമേറ്റുകളൊക്കെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒന്നുകിൽ കൊല്ലും, തിന്നും, അല്ലെങ്കിൽ സൂയിൽ കൊണ്ടിടും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അവരെക്കാളും ബുദ്ധിയുള്ളത് കൊണ്ടാണ്. സോ ബുദ്ധി എന്ന് പറയുന്നത് ചില്ലറ സാധനമല്ല. നമ്മുടെ ബ്രെയിൻ സൈസ് എന്താണ്, കൂടുതലാണ്. അങ്ങനെ നമുക്ക് കോംപ്ലക്സ് ആയി തിങ്ക് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്കറിയാം നമ്മളെന്ന് പറയുന്നൊരു സാധനമുണ്ട്, നമുക്ക് ചുറ്റുപാടുണ്ടെന്നൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്കുണ്ട്. ഇത് മറ്റ് മൃഗങ്ങൾക്ക് ഇല്ല. അപ്രൈറ്റ് ആയിട്ടുള്ളൊരു പോസ്റ്ററുണ്ട്, അതുപോലെ ബൈപെഡൽ ലൊക്കോമോഷൻ, രണ്ട് കാര്യം നടക്കാൻ പറ്റും. നമ്മുടെ ജോലയിൽ എന്ന് പറയുന്ന കുരങ്ങൻ പോലെയല്ല, കുറച്ചുകൂടിയൊക്കെ നല്ല, നമ്മൾ ചിലവരെ കാണുമ്പോൾ നിന്നെ കാണാൻ കുരങ്ങനെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമെങ്കിലും നമ്മൾ കുരങ്ങന്മാരെ പോലെ അല്ല. നമുക്ക് കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടല്ലോ ചില നേരത്ത്, ചില ആംഗിളൊക്കെ നോക്കുമ്പോൾ നമ്മൾ കുരങ്ങന്മാരെ പോലെയൊക്കെ തോന്നുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്ലാറ്ററിങ് ആയിട്ടുള്ള ഫേസ് ഉണ്ട്, അതുപോലെ നമുക്ക് ടൂൾ മേക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്, സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതുപോലെ നമുക്ക് സോഷ്യലായിട്ട് ബിഹേവ് ചെയ്യാനും സിവിലൈസേഷനുകൾ ഫോം ചെയ്യാനൊക്കെ ഉള്ള കഴിവുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ മാറി വന്നത്. അപ്പോൾ ആ നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മൾ പ്രൈമേറ്റുകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കി, നമ്മുടെ ഈ പറയുന്ന മനുഷ്യന്മാരുടെ ട്രീ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ഹ്യൂമൻസിൻ്റെ എവല്യൂഷൻ ട്രീ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നതാണ് പ്രൈമേറ്റ്സ്. എന്താ പ്രൈമേറ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞ ജന്തുക്കൾ ഒരു ഗ്രൂപ്പുണ്ട്. നമുക്കതിൽ കോമൺ ആയിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഒന്ന്, ഒപ്പോസിബിൾ തംസ്. നമുക്ക് ഈ പറയുന്ന കൈയും വിരളൊക്കെ ഇങ്ങനെ ഒപ്പോസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു പൂച്ചയ്ക്ക് അത് പറ്റുമോ? ഇല്ല. ഒരു പട്ടിക്ക് അത് പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്കും കുരങ്ങന്മാർക്കും ആ പറയുന്ന മറ്റ് ചില ജീവികൾക്കൊക്കെ എന്താണിത് സാധിക്കും. ബൈനോക്കുലാർ വിഷൻ, രണ്ട് കണ്ണ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കാണുന്നു അല്ലേ. ബൈനോക്കുലർ ഇങ്ങനെ ഒറ്റ കണ്ണടച്ച് നോക്കുമ്പോൾ അല്ല, നമ്മൾ രണ്ട് കണ്ണും അടച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ കണ്ണിനിടയിൽ ഒരു ഗ്യാപ്പ് ഉള്ളതായിട്ട് നമുക്ക് അറിയത്തില്ലല്ലോ, നമുക്കതൊക്കെ ഒറ്റ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതാണ് ബൈനോക്കുലാർ വിഷൻ എന്ന് പറയുന്നത് അല്ലേ. മുഖത്തിൻ്റെ നേരെയാണ് കണ്ണ് വരുന്നത്, വശങ്ങളിൽ അല്ല. ഫ്ലെക്സിബിൾ ഷോൾഡർ ജോയിൻസ് അല്ലേ, നമുക്ക് ഈ ജോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ആനക്കാനും കറക്കാനും ഒക്കെ പറ്റും. ലാർജർ ബ്രെയിൻ റിലേറ്റീവ് ടു ദ ബോഡി അല്ലേ, നമ്മുടെ ശരീരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് മറ്റ് ജന്തുക്കളെ വെച്ച് നോക്കുമ്പോൾ വലിയ ബ്രെയിനാണ് നമുക്കുള്ളത്. സോ നമ്മുടെ ചിന്താശേഷിയും കൂടുതലാണ്. സോഷ്യൽ ബിഹേവിയറും പാരൻ്റൽ കെയറും ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, നമ്മുടെ മനുഷ്യന്മാരുടെ മറ്റ് പ്രൈമേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുക, അല്ലെങ്കിൽ പ്രൈമേറ്റുകൾക്ക് മൊത്തത്തിൽ വരുന്നതും അതിൽ മനുഷ്യന്മാർക്ക് കൂടുതലായിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. സോ നോക്കാം. പ്രൈമേറ്റ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ, പ്രൈമേറ്റിന് ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും ഉണ്ടെന്നല്ല പറയുന്നത്. സോഷ്യൽ ബിഹേവിയറും പാരൻ്റൽ കെയറും എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും, എല്ലാ പ്രൈമേറ്റുകൾക്കും ഉണ്ടെന്നല്ല. എങ്കിലും ഇപ്പോൾ കുരങ്ങന്മാരൊക്കെ ആണെങ്കിലും അമ്മ കുരങ്ങനുണ്ടാവും, അല്ലെങ്കിൽ അമ്മ ഏപ്പ് ഉണ്ടാവും, അമ്മ ചിമ്പൻസി ഉണ്ടാവും. അത് മക്കളെ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കി വളർത്തുന്നുണ്ട്. അതാണ് ഇവിടെ പാരൻ്റൽ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് അല്ല, അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, അതായത് സ്കൂളിൽ കുരങ്ങന്മാർക്ക് സ്കൂളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പ്രൈമേറ്റ്സ് നമ്മളെന്ന് വെച്ചാൽ എന്തിനകത്ത് വരുന്നു, ഇവിടെ നമ്മൾ പ്രൈമേറ്റിനകത്ത് വരും. നമ്മൾ എന്തിനകത്ത് വരുന്നു, നമ്മൾ പ്രൈമേറ്റ്സിനകത്ത് വരും. പ്രൈമേറ്റ്സിൽ നമ്മളടങ്ങുന്ന കാറ്റഗറി, പ്രൈമേറ്റ് കുറേ ഉണ്ട്, അത് നമ്മൾ അടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ത്രോപോയിഡിയ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. എന്താണ് ആന്ത്രോ, ANTHRO കഴിഞ്ഞിട്ടൊരു കോമ ഇട്ടിട്ട് പോയിഡിയ എന്ന് പഠിച്ചു വെച്ചാൽ മതി. ആന്ത്രോപോയിഡിയ. എന്താണ് ആന്ത്രോപോയിഡിയ എന്നൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കുക, നമ്മളടങ്ങുന്ന ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്നത് പ്രൈമേറ്റുകൾ എന്ന ജീവിവർഗത്തിലാണ്. പ്രൈമേറ്റുകളിൽ ആന്ത്രോപോയിഡിയ എന്ന ഗ്രൂപ്പിലാണ്. ഈ ആന്ത്രോപോയിഡിയെ രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും. നോക്കിയേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെർക്കോ അല്ലേ, ഓക്കെ, സെർക്കോ പിത്തേക്കോയിഡിയ. എന്താണ് സെർക്കോ, CERCO, സെർക്കോ കഴിഞ്ഞിട്ടൊരു കോമ, PITH പിത്തേക്കോയിഡിയ, സെർക്കോപ്റ്റേക്കോയിഡിയ, സെർക്കോപിത്തേക്കോയിഡിയ. ഓക്കെ, സെർക്കോപ്റ്റേക്കോയിഡിയ എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം,
സ്പീഡിൽ പറയുമ്പോൾ പറയാം. അപ്പോൾ സർക്കോപ്റ്റെക്കോയിഡിയ, ആന്ത്രോപോയിഡിയ എന്ന് പറയുമ്പോൾ ചീത്ത പറയുന്നതായിട്ട് തോന്നരുത്. നമ്മൾ ഇങ്ങനെയാണ് എവല്യൂഷനിൽ നമ്മൾ പല ജന്തുക്കൾക്കും ഇങ്ങനത്തെ പേരൊക്കെ കൊടുക്കും. അപ്പോൾ പ്രൈമേറ്റുകളിനകത്ത് നമ്മൾ വരുന്നു. പ്രൈമേറ്റിൽ ഏതിലാണ്? ആന്ത്രോപോയിഡിയയിൽ വരുന്നു. ഈ ആന്ത്രോപോയിഡി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സർക്കോപ്റ്റെക്കോയിഡിയ എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതിനകത്താണ് കുരങ്ങന്മാർ വരുന്നത്. പ്രത്യേകത, ഇവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ചെറുതും ഇവർക്ക് വാലുണ്ട്. ഇവർക്ക് എന്തുണ്ട്? വാലുണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സർക്കോപ്റ്റെക്കോയിഡിയ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ഹോമോയിൻ്റെ. ഓക്കെ, ഹോമോ, HOMOIN, ഹോമോ ഇൻ ഓ ഐഡിയ, ഹോമോ ഇൻ ഓ ഐഡിയ, ഹോമോ ഇൻ ഓ ഐഡിയ, ഹോമോയിനിഡെ എന്ന് പറയാം, ഹോമോയിനിഡെ എന്ന് പറയാം. ഇങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ ഉച്ചാരണം തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എൻ്റെ അടുത്ത് ഞാൻ വായിച്ചിട്ട് ഇങ്ങനെയാണ് മനസ്സിലായത്. ഹോമോയിനോയിഡേ, ഹോമിനോ മൊത്തം പറഞ്ഞ് വേറെ പല വാക്കുകളായിട്ട് മാറുന്നുണ്ട് അല്ലേ. ഹോമിനോയിഡിയെ ഇതിനകത്ത് വരും. അതിനകത്ത് ആര് വരുന്നത്? ഗിബ്ബൺ കുരങ്ങൻ, ഒറാങ്കുട്ടൻ, ഗൊറില്ല, പിന്നെ നമ്മുടെ അടുത്ത ആളായ ചിമ്പൻസി, മനുഷ്യന്മാർ. ഇങ്ങനെയാണ് നമ്മുടെ എന്ത് പോകുന്നത്? നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഹ്യൂമൻസിൻ്റെ എവല്യൂഷൻ ട്രീ പോകുന്നത്. ഒന്നുകൂടി നമ്മൾ പ്രൈമേറ്റിനകത്ത് വരുന്നു. പ്രൈമേറ്റിനകത്ത് ആന്ത്രോപോയിഡിയക്കകത്ത് വരുന്നു. ആന്ത്രോപോയിഡിയ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. സർക്കോപ്റ്റെക്കോയിഡിയും അതുപോലെ തന്നെ എന്താണ്? ഹോമിനിഡയും ആയിട്ട് മാറുന്നുണ്ട്. ഈ ഹോമിനിഡയ്ക്കകത്താണ് എന്ത് വരുന്നത്? ഗിബ്ബണും ഒറാങ്കുട്ടനും ഗൊറില്ലയും ചിമ്പൻസിയും മനുഷ്യനും വരുന്നത്. ഇതാണ് നമ്മുടെ ട്രീ എന്ന് പറയുന്നത്. നമ്മൾ ഇവരുമായിട്ടൊക്കെ കുറേ സാമ്യതകൾ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഉള്ളത് എന്ന് എന്ത് ചെയ്യാം? തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് രണ്ട് കാറ്റഗറീസ് ഉണ്ട് അല്ലേ? ആന്ത്രോപോയിഡിക്കകത്ത് രണ്ട് കാറ്റഗറീസ് ഉണ്ട്. അതെന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം. കോമൺ കാറ്റഗറി ഇൻക്ലൂഡിങ് എയ്പ്സ് വരുന്ന കോമൺ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? ഹോമിനിഡയാണ് അല്ലെങ്കിൽ ആന്ത്രോപോയിഡിയാണ്, അതിനകത്താണ് വരുന്നത്. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതാ കണ്ടോ, സർക്കോപ്റ്റെക്കോയിഡിക്കകത്താണ് കുരങ്ങൻ വരുന്നത്. ബ്രെയിനിൻ്റെ സൈസ് കുറവാണ്, ടെയിലുണ്ട്, അതാണ് ഇവിടെ പ്രത്യേകത. ഹോമിനിഡയ്ക്കകത്താണ് എന്ത് വരുന്നത്? എയ്പ്സ് വരുന്നത്. അതിനകത്താണ് ഗൊറില്ലയും ചിമ്പൻസിയും ഒറാങ്കുട്ടനും. ഹ്യൂമൻസ് വരുന്ന പ്രത്യേകത, ഇവരുടെ ബ്രെയിൻ വലുതാണ്, ഇവർക്ക് എന്താണ്? ടെയില് ഇല്ല. കോമൺ കാറ്റഗറി ഇൻക്ലൂഡിങ് എയ്പ്സ് ആൻഡ് ഹ്യൂമൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഹോമിനിഡേ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് നമ്മൾ ഉൾപ്പെട്ടിട്ട് ഉള്ളത്. ക്ലോസസ്റ്റ് ഓർഗാനിസം ടു ഹ്യൂമൻസ്, ഇത് എവല്യൂഷണറി ട്രീ പോയിന്റിൽ ആരായിരിക്കും? ചിമ്പൻസി ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെ നമ്മൾ മനുഷ്യന്മാരെ പറ്റി പഠിച്ചു തുടങ്ങി. പല എവിഡൻസുകൾ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കിട്ടി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ മുൻഗാമികളെ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മുൻഗാമികളാണ് തായിരിക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് ഇവർ? എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേകത? എവിടെ നിന്നാണ് ഇവരെ കിട്ടിയത്? ഇതാണ് നമ്മൾ അടുത്ത് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവരുടെ ക്രാനിയൽ കപ്പാസിറ്റിയാണ്. ക്രാനിയം എന്ന് പറഞ്ഞാൽ ഈ തലയോട്ടിയുടെ ഭാഗം. ക്രാനിയൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെ വലിപ്പം നിങ്ങൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്താൽ വെച്ചാൽ മതി? മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നോക്കിയേ, ആരൊക്കെയാണ് നമ്മുടെ മുൻഗാമികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിച്ച് വായിക്കണം. സഹലൻത്രോപ്പസ് ചെഡൻസിസ്. സഹലൻത്രോപ്പസ്, ടി സൈലൻ്റ് ആണ്. ചെഡൻസിസ് എന്ന് വായിച്ചാൽ മതി. സഹലൻത്രോപ്പസ് ചെഡൻസിസ്, ടി ഇവിടെ സൈലൻ്റ് ആണ്. ആഫ്രിക്കയിൽ നിന്ന്. ഓക്കെ, ഇവിടെ നിന്നാണ് ആഫ്രിക്കയിലെ ചാഡ്. കണ്ടോ, ഇവിടെ ടി സൈലൻ്റ് ആണ്. ചാഡ്. ഇംഗ്ലീഷ് എത്രയും അറിഞ്ഞൂടെ, എന്നാൽ എനിക്കിങ്ങനെ മനസ്സിലായത്. ഓക്കെ, അപ്പോൾ സഹലൻത്രോപ്പസ് ചെഡൻസിസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫസ്റ്റ് ലിങ്ക് ഇൻ ദ ഹ്യൂമൻ എവല്യൂഷണറി സീരീസ്. നമ്മളുടെ ഈ പറയുന്ന ചിമ്പൻസി ആയിട്ടൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ആദ്യ മനുഷ്യൻ്റെ ഫസ്റ്റ് രൂപം എന്ന് പറയുന്നതിൽ ഒന്നാണ് എന്ത്? സഹലൻത്രോപ്പസ് ചെഡൻസിസ് എന്ന് പറയുന്നത്. ഈ ചെഡൻസിസ് എന്ന് പറയുന്ന ചാഡ് എന്ന് പറയുന്ന ആഫ്രിക്കയുടെ സ്ഥലത്ത് നിന്നാണ് കിട്ടിയത്. ഇതിൻ്റെ ക്രാനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 380 cm3 ആണ്. നെക്സ്റ്റ് നമ്മളുമായിട്ട് സാമ്യതയുള്ള മറ്റൊന്നാണ് ആസ്ട്രലോപിത്തേക്കസ്. ഇതാണ് ആസ്ട്രലോപിത്തേക്കസ്. എന്താ പ്രത്യേകത? കംപ്ലീറ്റ് ഫോസിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സ്കെലിറ്റൽ സ്ട്രക്ചറുണ്ട്. ഇവരെന്ത് കാണിക്കുന്നു? ബൈപെഡലിസം കാണിക്കുന്നു. രണ്ട് കാലിൽ നടന്നു എന്നതിനുള്ള തെളിവ് നമുക്ക് കിട്ടിയത് ആസ്ട്രലോപിത്തേക്കസിൽ നിന്ന് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ഹോമോ ഹാബിലിസ്. ഇതും ആഫ്രിക്കയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകത, ലാർജ് സ്കള്ളാണ്, വലിയ തലയാണ്. ടൂൾസ് നിർമ്മിച്ചതായിട്ട് നമ്മൾ കണക്കാക്കുന്നു. മാത്രമല്ല ഇവർ ഹണ്ടിങ് തുടങ്ങിയത് ഇവരാണ്. ചെറിയ ഗ്രൂപ്പുകളിലാണ് ഇവർ എന്ത് ചെയ്തിരുന്നത്? താമസിച്ചിരുന്നത്. അപ്പോൾ കുരങ്ങനിൽ അല്ലെങ്കിൽ ചിമ്പാൻസിയിൽ നിന്ന് നമ്മളിലേക്ക് വന്ന രൂപമാറ്റത്തിൽ ഇടയ്ക്കുള്ള ഓരോ സ്റ്റേജുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഓരോ ആൾക്കാരുടെ അസ്ഥികൂടങ്ങളാണ്. ഇവരിൽ നിന്ന് രൂപമാറ്റം വന്ന് എവല്യൂഷൻ വന്നാണ് നമ്മളായതെന്ന് വേണം കരുതാൻ. നെക്സ്റ്റ് വരുന്നതാണ്. അപ്പോൾ നോക്കിയേ, ഹോമോ ഹാബിലിസ് ആണെങ്കിൽ 600 cm3 ആണ്. ക്രാനിയൽ കപ്പാസിറ്റി കൂടുന്നു. അതിനനുസരിച്ച് കൂടുതൽ കോംപ്ലക്സ് ആയ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നു.
ഹോമോ ഇറക്ടസ് എവിടെ നിന്നാണ് കിട്ടിയത്? ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഏഷ്യയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന് നമുക്ക് ഇവിടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്താ പ്രത്യേകത? ദേ വെയർ ഏബിൾ ടു വാക്ക് അപ്രൈറ്റ്. ഇറക്റ്റായി നിൽക്കുന്നു. ഇറക്റ്റ് ഇമേജ് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്, ഇവർക്ക് അപ്രൈറ്റ് ആയിട്ട് നേരെ രണ്ട് കാലും നേരെ നടക്കാനായിട്ട് പറ്റുന്നു. വലിയ ഫോർഹെഡാണ്. ഓംനിവോറസ് ആണ്. മാത്രമല്ല സ്റ്റോൺ വെപ്പൺസ് ഹണ്ടിങ്ങിന് വേണ്ടി അവർ യൂസ് ചെയ്തു. കണ്ടോ ഓരോരുത്തരായിട്ട് വരുന്ന മാറ്റങ്ങൾ കണ്ടോ? സഹലൻത്രോപ്പസ് ചിഡൻസിസ് ആയിരുന്നപ്പോൾ എന്തായിരുന്നു പ്രത്യേകത? ഇത് കുരങ്ങിൽ നിന്ന് ജസ്റ്റ് മാറിയതേ ഉള്ളൂ. ആസ്ട്രലോപിത്തേക്കസ് ആയപ്പോൾ രണ്ട് കാലിൽ എന്ത് ചെയ്തു തുടങ്ങി? ഏതാണ്ട് നടന്നു തുടങ്ങി. ഹോമോ ഹാബിലിസ് ആയപ്പോൾ രണ്ട് കാലിൽ നടന്നു തുടങ്ങി. അവർ ഗ്രൂപ്പായി അവർ ഹണ്ട് ചെയ്യാൻ തുടങ്ങി. ഹോമോ ഇറക്ടസ് ആയപ്പോൾ അവർ നേരെ കുരങ്ങന്മാർ നടക്കുന്ന രീതി മാറി നല്ല നിവർന്ന് നടക്കാൻ തുടങ്ങി. മാത്രമല്ല അവരെന്ത് ചെയ്തു? നല്ല രീതിയിൽ ഹണ്ട് ചെയ്യാൻ തുടങ്ങി. നല്ല രീതിയിൽ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ക്രേനിയൽ കപ്പാസിറ്റി എത്രയായിട്ട് കൂടി? 900 സെൻറ്റിമീറ്റർ ക്യൂബായിട്ട് കൂടി. നെക്സ്റ്റ് വരുന്നതാണ് ഹോമോ നിയാൻഡ്രത്താൽസ് എന്ന് പറയും. അപ്പോൾ നാക്ക് ഓടാക്കുന്ന പേര് പറഞ്ഞു. അപ്പോൾ എന്താ പ്രത്യേകത? ദേ ആർ കണ്ടംപററി ടു മോഡേൺ മെൻ. മനുഷ്യനുമായിട്ട് ഏറ്റവും നല്ല സാദൃശ്യം തോന്നി തുടങ്ങിയത് ഇവരിൽ നിന്നാണ്. ഫോസിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി, ജർമ്മനിയിൽ നിന്ന് കിട്ടി. ഓക്കെ, ദേ ഹാഡ് സ്മോൾ സ്ലോപ്പിംഗ് ഫോർഹെഡ് അല്ലേ, ചെറിയ ഇങ്ങനെ നമ്മളെ പോലത്തേക്ക് നെറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. തിക്കായിട്ടായ ഐബ്രോസ് വന്നിട്ടുണ്ട്. ഓക്കെ, ദേ ബറീഡ് ഡെഡ് ബോഡീസ്. മരിച്ച ശവങ്ങൾ അവിടെ കിടന്ന് ചീഞ്ഞു നാറാൻ വിടാതെ അവരെന്ത് ചെയ്യുമായിരുന്നു? ഡെഡ് ബോഡീസിനെ കുഴിച്ചിടുമായിരുന്നു. 1450 സെൻറ്റിമീറ്റർ ക്യൂബാണ് അവരുടെ ക്രേനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. കുറച്ചുകൂടി വിവരം വന്നു അല്ലേ? കുറച്ചുകൂടി മനുഷ്യന്മാർ തമ്മിൽ തിരിച്ചറിയാനും ഇടപഴകാനും ഒക്കെ തുടങ്ങിയതാണ് എന്ത്? ഹോമോ നിയാൻഡ്രത്താലൻസിസ് എന്ന് പറയുന്നത്. എവിടുന്ന് കിട്ടി? ജർമ്മനിയിൽ നിന്ന് കിട്ടി. നെക്സ്റ്റ് വരുന്ന ഹോമോ സാപ്പിയൻസ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻ എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. അതാണ് മോഡേൺ മാൻ എന്ന് പറയുന്നത്. They acquired technology and agricultural method. They domesticated animals and built cities. They are culturally the most evolved category. അല്ല, ഇവരാണ് എന്ത്? ഏറ്റവും കൂടുതൽ ഇവോൾവ് ചെയ്ത് വന്ന് നമ്മൾ ഇന്നത്തെ മനുഷ്യരുടെ എക്സാക്ട് രൂപം എന്ന് പറയുന്നതാണ് ഹോമോ സാപ്പിയനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടേബിളിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഓരോ ഹ്യൂമൻ്റെ ഈ പറയുന്ന ഇതാണ് സഹലാൻത്രോപ്പസ് ചിഡൻസിസ് ആയാലും ശരി, ആസ്ട്രലോപിത്തേക്കസ് ആയാലും ശരി, ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോ നിയാൻഡ്രതാലൻസിസും ഹോമോ സാപ്പിയൻസും ഓർഡർ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ ക്രേനിയൽ കപ്പാസിറ്റിയും ക്യാരക്ടേഴ്സും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. സഹലാൻത്രോപ്പസ് ചിഡൻസിസ് എന്ന് വെച്ചാൽ 350 സെൻറ്റിമീറ്റർ ക്യൂബാണ് അവരുടെ ക്രേനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. മനുഷ്യനുമായിട്ടുള്ള ഫസ്റ്റ് ലിങ്കാണ് എവല്യൂഷൻ ട്രീയിൽ. ഫോസിൽ കിട്ടിയത് ആഫ്രിക്കയിൽ നിന്നാണ്. ഓസ്ട്രലോപിത്തേക്കസ് എന്ന് പറയുന്നത് 450 സെൻറ്റിമീറ്റർ ക്യൂബാണ് കപ്പാസിറ്റി. എന്തായിരിക്കും? കംപ്ലീറ്റ് ഫോസിൽ കിട്ടിയത് എവിടെ നിന്നാണ്? ആഫ്രിക്കയിൽ നിന്നാണ്. ബൈപെഡലിസം, രണ്ട് കാലിൽ നടന്നു തുടങ്ങിയത് ഇവരാണെന്ന് കരുതപ്പെടുന്നു. ഹോമോ ഹാബിലിസിന് 600 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അത് കിട്ടിയത് ആഫ്രിക്കയിൽ നിന്നാണ്. പ്രത്യേകത, വലിയ തലയോട്ടിയാണ്, അതുകൊണ്ട് ബുദ്ധി കുറച്ച് കൂടുന്നവരാണ്. അപ്പോൾ എന്ത് ചെയ്തു? സ്റ്റോൺ ടൂളുകൾ ഉപയോഗിക്കാനും ഗ്രൂപ്പായി താമസിക്കാനും ഹണ്ട് ചെയ്യാനും തുടങ്ങുന്നത് ഹോമോ ഹാബിലിസ് ആണ്. ഹാബിറ്റേറ്റ് ഉണ്ടാക്കുന്നവർ ഹാബിലിസുകാരെന്ന് ഓർത്ത് വയ്ക്കുക. ഹോമോ ഇറക്ടസ് എന്ന് പറയുമ്പോൾ ഇറക്റ്റ്, നേരെ നടക്കാൻ പഠിച്ചു അല്ലേ? അപ്പോൾ അവർ നടന്നുപോയി. ആഫ്രിക്കയിൽ പോയി, ഏഷ്യയിൽ പോയി, യൂറോപ്പിൽ പോയി. അതാണ് 3 കോണ്ടിനെൻറ്റ് നമുക്ക് കിട്ടിയത്. അപ്രൈറ്റ് ആയിട്ടുള്ള പോസ്റ്ററാണ്, ലാർജ് ഫോർഹെഡാണ്, ഓംനിവോറസ് ആണ്, വെപ്പൺസ് യൂസ് ചെയ്ത് തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് ഹോമോ നിയാൻഡ്രതാലൻസിസിൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യന് തൊട്ട് മുമ്പുള്ള സാധനം. അതായത് എന്തായിരിക്കും? ജർമ്മനിയിൽ നിന്നാണ് കിട്ടിയത്. സ്മോൾ സ്ലോപ്പിംഗ് ഫോർഹെഡും തിക്കായിട്ടുള്ള ഐബ്രോസും ഡെഡ് ബോഡിയെ ബറി ചെയ്തതും നിയാൻഡ്രതാലൻസിസ് ആണ്. എൻ്റെ നാക്ക് തന്നെ ഉടക്കുകയാണ് കേട്ടോ. ഹോമോ നിയാൻഡ്രതാലൻസിസ്. ഓക്കെ, 1450 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഇവരുടെ ക്രേനിയൽ കപ്പാസിറ്റി. ഹോമോ സാപ്പിയൻസ് വരുന്നു 1350 സെൻറ്റിമീറ്റർ ക്യൂബ്. കണ്ടോ, ഇവിടെ നിന്ന് കുറച്ച് നമുക്ക് ബുദ്ധി കുറയാണ് ചെയ്തിരിക്കുന്നത്. മോഡേൺ ഹ്യൂമൻസ് ആണ്. ടെക്നോളജി യൂസ് ചെയ്തു, അഗ്രികൾച്ചർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു, അനിമൽസിനെ ഇവരെന്ത് ചെയ്തു? സിറ്റീസ് ബിൽഡ് ചെയ്തു. ഇതാണ് എന്താ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ബുദ്ധി എന്ന് പറയുന്ന സാധനം, ബ്രെയിൻ എന്ന് പറയുന്ന സാധനം, അതിനുണ്ടാകുന്ന ഡെവലപ്മെൻറ്റാണ് നമ്മളിൽ പ്രധാനമായിട്ടും മാറ്റങ്ങൾ വരുത്തിയത് അല്ലേ? നമ്മുടെ ക്രൈനിയൽ കപ്പാസിറ്റി കൂടുതലാണ്, അതാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കാനായിട്ട് മാറിയത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സോട്ട് പഠിക്കാൻ പോകുന്നത് ഇവിടെ ബ്രെയിൻ ഉൾപ്പെടുന്ന ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തെ പറ്റിയാണ്. ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ എവല്യൂഷനെ പറ്റി പഠിക്കുമെങ്കിലും പിന്നീട് പോകുമ്പോൾ നമ്മൾ കളി മാറുകയാണ്. നമ്മൾ നെർവസ് സിസ്റ്റത്തെ പറ്റിയാണ് ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ന്യൂറോൺസ്, ബ്രെയിനിൻ്റെ ഭാഗങ്ങൾ, അത്യാവശ്യം കട്ടിയായിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. എവല്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി. ക്ലാസ്സിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക്